അപ്പോൾ നമ്മൾ മൈക്രോസോഫ്റ്റ് ആക്സസിൻ്റെ ഒന്ന് രണ്ട് ക്ലാസ്സസ് നമ്മൾ നോക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ മൈക്രോസോഫ്റ്റ് ആക്സസ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ, അതായത് 2007 ആണ് നമ്മൾ മോസ്റ്റ് പ്രോപ്പർലി ഡിസ്കസ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മൈക്രോസോഫ്റ്റ് ആക്സസ് 2010 ആണ്. അപ്പോൾ 2010 നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, ഇച്ചിരി ഡിഫറൻസ് ഉണ്ട്. 2007 വെച്ച് നോക്കുമ്പോൾ കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മൈക്രോസോഫ്റ്റ് ആക്സസ് എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് ഫസ്റ്റ് നോക്കുന്നത് ഡേറ്റാബേസ് ഒബ്ജക്റ്റ്. എന്തൊക്കെയാണ് ഡേറ്റാബേസ് ഒബ്ജക്റ്റ് എന്നാണ്. അപ്പോൾ 4 ഒബ്ജക്ട്സ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഫസ്റ്റ് ടേബിള്, സെക്കൻഡ് വൺ ക്വറി, തേർഡ് വൺ ഫോം ആൻഡ് ഫോർത്ത് വൺ റിപ്പോർട്ട്. അപ്പോൾ എന്താണ് ടേബിൾ? ടേബിൾ നമ്മൾ ഓൾറെഡി കുറേ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോർ ഡേറ്റ ഇൻ ദ ഫോം ഓഫ് റോസ് ആൻഡ് കോളംസ്. റോസും കോളംസുമായിട്ട് അറേഞ്ച് ചെയ്യുന്നതിന് വി കോൾ ഇറ്റ് ആസ് ടേബിൾ. അല്ല, നമ്മൾ അതിനൊരു റിലേഷണൽ ഡേറ്റാബേസ് മോഡൽ എന്താണെന്ന് വരെ നമ്മൾ നോക്കി. എന്തായിരുന്നു ടേബിൾസിൽ അറേഞ്ച് ചെയ്യുന്ന ഡേറ്റാബേസിനെ ടേബിൾസിൽ അറേഞ്ച് ചെയ്യുന്ന പ്രോസസ്സിന് സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ റിലേഷണൽ ഡേറ്റാബേസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് അകത്ത് വരുന്ന ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ആണ് MS ആക്സസ് എന്നൊക്കെ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡേറ്റാബേസ് ഒബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് വൺ ടേബിൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡേറ്റേനെ റോസും കോളംസും ആയിട്ടായിട്ട് ഇരിക്കും ഡേറ്റാസ് സ്റ്റോർ ചെയ്യുന്നത്. ഇനി അടുത്ത് ക്വറി മീൻസ് വാട്ട്. നമ്മൾ ഡേറ്റാബേസിൻ്റെ അകത്ത് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നൊരു വേർഡാണ് ക്വറി. എന്താണ് ക്വറി? ക്വറി മീൻസ് യൂസ് ടു എക്സ്ട്രാക്ട് ഇൻഫർമേഷൻ ഫ്രം ദ ടേബിൾ. നമുക്ക് ടേബിളിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ വേണമെങ്കിൽ നമ്മൾ ആ ഒരു കമാൻഡ്സ് കൊടുക്കും. സോ ദാറ്റ് കമാൻഡ്സ് വി ക്യാൻ കോൾ ഇറ്റ് ആസ് ക്വറി, യൂസ് ടു എക്സ്ട്രാക്ട് ഇൻഫർമേഷൻ ഫ്രം ദ ടേബിൾ. ഫ്രം ദ ടേബിൾ വി ആർ എക്സ്ട്രാക്ടിങ് ഇൻഫർമേഷൻ ബൈ യൂസിങ് സം കമാൻഡ്സ്. ദാറ്റ് കമാൻഡ്സ് വി കോൾ ഇറ്റ് ആസ് ക്വറി. അതായത് നമ്മൾ ടേബിളിൽ നിന്ന് കുറച്ച് ഇൻഫർമേഷൻ എക്സ്ട്രാക്ട് ചെയ്യും. ആ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന കമാൻഡ്സിനെ വി കോൾ ഇറ്റ് ആസ് ക്വറി. നെക്സ്റ്റ് വൺ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ വ്യൂ ചെയ്ത്, അതായത് നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡേറ്റാസ് എൻ്റർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് യൂസേഴ്സുമായിട്ടൊരു ഇൻ്റർഫേസ് വരുന്നത് വി കോൾ ഇറ്റ് ആസ് ഫോം. എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനായിട്ടൊരു പേജ് വരും. That page we can call it as form. That means provides an interface that lets users view, enter, change data in the table. ടേബിളിൽ എന്തെങ്കിലും ചേഞ്ച് കൊടുക്കാണ്. ദാറ്റ് മീൻസ് എഡിറ്റ് ഓപ്ഷനാണ്. അപ്പോൾ നമ്മൾ ഒന്നീ വ്യൂ ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ ആഡ് ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്താനായിട്ട് യൂസറിനെ സഹായിക്കുന്ന ഇൻ്റർഫേസിനെ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഫോം. ഓക്കെ. നെക്സ്റ്റ് ഫോർത്ത് വൺ റിപ്പോർട്ട് മീൻസ് നമ്മൾ ഈ കൊടുത്തതെല്ലാം നമ്മളൊരു ഡേറ്റാബേസിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യും. സ്റ്റോർ ചെയ്തതിന് ശേഷം നമ്മുടെ റിട്രീവ് അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഡിസ്പ്ലേ ഇൻഫർമേഷൻ സ്റ്റോർഡ് ഇൻ ദ ഡേറ്റാബേസ്. ദാറ്റ് വി കോൾ ഇറ്റ് ആസ് റിപ്പോർട്ട്സ്. So these are the 4 database objects: table, query, forms and reports. Okay, അപ്പോൾ table, query, form and report. Next topic, components of a table. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ജസ്റ്റ് ഐ എം ടെല്ലിങ് ദ മെയിൻ പോയിൻറ്റ്സ് ഓൺലി. ഫീൽഡ് എന്താണ്? ഫീൽഡ് വി ഓൾറെഡി സ്റ്റഡി ചെയ്തതായിട്ട് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു പോർഷൻ ഒരു ടേബിളുണ്ട്. ഓക്കെ, ഇൻഫോർമേറ്റീവ് യൂണിറ്റ് ഓഫ് എ ടേബിൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പേഴ്സൻ്റെ ഡീറ്റെയിൽസ്. ദാറ്റ് മീൻസ് ഫീൽഡ് നെയിം എന്ന് പറയുന്ന ഒരു ഫീൽഡാണ്. പക്ഷേ റെക്കോർഡ് എന്ന് പറയുന്നത് ഒരു പേഴ്സൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ റെക്കോർഡ്. ദെൻ ഈ ടേബിൾ അല്ലെങ്കിൽ ഡേറ്റാബേസിൻ്റെ അകത്ത് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷനാണ് പ്രൈമറി കീ. എന്താണ് പ്രൈമറി കീ? യൂണിക് ഫീൽഡ് ടു ഐഡൻറ്റിഫൈ എ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റെക്കോർഡ്, ഒരു പേഴ്സൻ്റെ ഡീറ്റെയിൽസിൽ നമുക്ക് യൂണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡ് അല്ലെങ്കിൽ ഒരു ഡേറ്റയെ നമുക്ക് പ്രൈമറി കീ എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, നെയിം ഒരു പ്രൈമറി കീ ആണോ? ഒരിക്കലുമല്ല. കാരണം ഒരു ക്ലാസ്സിൽ സെയിം നെയിമിലുള്ള 2 പേഴ്സൺസ് കാണാം. അപ്പോൾ നിങ്ങൾ അടുത്ത് ചിന്തിക്കും അവരുടെ ഇനിഷ്യൽസ് ഡിഫറെൻ്റ് ആയിരിക്കത്തില്ലേ. ചില കേസസിൽ സെയിം ഇനിഷ്യലുള്ള, ദാറ്റ് മീൻസ് ഒരേ പേരുള്ള ചിലർക്ക് ഇനിഷ്യൽ കാണത്തില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ സെയിം നെയിമുള്ള 2 or 3 പേര് ഒരു ക്ലാസ്സിലുണ്ടാവാം. അപ്പോൾ ആ ഫീൽഡിനെ നമുക്ക് യൂണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റൂല. നെക്സ്റ്റ് കേസ് നമ്മൾ പറയുന്ന റോൾ നമ്പർ.
റോൾ നമ്പർ ഒരു യൂണിക് ഫീൽഡാണ്, ശരിയാണ്. ആസ് കൺസിഡർ ആസ് എ ക്ലാസ്, ഒരു ക്ലാസ് റൂം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ റോൾ നമ്പർ ഷുവറായിട്ടും ഒരു യൂണിക് ഫീൽഡാണ്. പക്ഷേ അതേസമയം നമ്മളൊരു സ്കൂൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ 8th സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ 7th സ്റ്റാൻഡേർഡ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, വി കനോട്ട് സേ ദാറ്റ് എ റോൾ നമ്പർ ഈസ് എ യൂണിക് ഫീൽഡ്. ദാറ്റ് മീൻസ് 8A അല്ലെങ്കിൽ 7Aയിൽ റോൾ നമ്പർ 1 കാണാം, 7Bയിലും റോൾ നമ്പർ 1 കാണാം, 7Cയിലും റോൾ നമ്പർ 1 കാണാം. സോ അറ്റ് ദാറ്റ് ടൈം വി കനോട്ട് സേ ദാറ്റ് റോൾ നമ്പർ ഈസ് എ യൂണിക് ഫീൽഡ്. ആ സമയത്ത് നമുക്ക് പറയാൻ പറ്റുമോ റോൾ നമ്പർ എന്ന് പറയുന്ന ഒരു യൂണിക് ഫീൽഡാണെന്ന്? ഒരിക്കലുമല്ല. സോ യൂണിക് ഫീൽഡ് മീൻസ് ടു ഐഡൻറ്റിഫൈ എ റെക്കോർഡ്. സോ അപ്പം നമ്മൾ വേറൊരു ഫീൽഡിലോട്ട് പോകുന്നു. നമ്മൾ വലിയ വലിയ പ്രോഗ്രാംസ് അല്ലെങ്കിൽ വലിയ വലിയ പ്രോജക്ട്സ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് നമ്മൾ പ്രൈമറിക്ക് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ സ്കൂളിൻ്റെ കേസിൽ വരുമ്പോൾ നമുക്ക് വേറൊരു അഡ്മിഷൻ നമ്പർ എന്നൊരു ഫീൽഡ് കാണും. ദാറ്റ് മേ ബി എ യൂണിക് ഫീൽഡ്. ഇപ്പോൾ 1001 എന്ന് പറയുന്നത് അശ്വിൻ്റെ അഡ്മിഷൻ നമ്പർ ആണെങ്കിൽ ഒരിക്കലും ആ അഡ്മിഷൻ നമ്പർ അശ്വതിക്ക് കാണത്തില്ല. സോ വി ക്യാൻ സേ ആസ് വി കൺസിഡർ ദ ഹോൾ സ്കൂൾ വി ക്യാൻ സേ ദാറ്റ് അഡ്മിഷൻ നമ്പർ ഈസ് എ പ്രൈമറി കീ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും ഈ 3 കമ്പോണൻസ് ഓഫ് എ ടേബിൾ എന്ന് പറയുന്നത് ഫീൽഡ്, റെക്കോർഡ് ആൻഡ് പ്രൈമറി കീ. അടുത്ത് നമ്മൾ നോക്കുന്നത് ക്രിയേറ്റിംഗ് എ ടേബിൾ. ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ 2007 വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് വി ക്യാൻ ക്രിയേറ്റ് എ ടേബിൾ യൂസിങ് 2 മെത്തേഡ്സ്. ഡേറ്റ ഷീറ്റ് വ്യൂവിലും ഡിസൈൻ വ്യൂവിലും നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഡേറ്റ ഷീറ്റ് വ്യൂ എന്ന് പറയുമ്പോൾ അവിടെ റോസും കോളംസിൻ്റെ ഫോമിലായിരിക്കും നമ്മൾ വ്യൂ ചെയ്യുന്നത്. Okay, data sheet view displays the view in a row or column format that allows you to view, enter or manipulate data. Okay, how to create a data sheet view? നമുക്ക് എങ്ങനെ ഒരു data sheet view create ചെയ്യാം? That we are going to study. First, table option on the table group in create tab. അതായത് ക്രിയേറ്റ് ടേബിൻ്റെ അവിടെ നമ്മൾ എന്താണ് ക്ലിക്ക് ചെയ്യേണ്ടത്? ടേബിൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം ടൈപ്പ് ദ ഡേറ്റ ഇൻ ദ കോളം, പ്രസ് ടാബ് കീ ടു ആഡ് എ ന്യൂ ഫീൽഡ് ടു ദ ടേബിൾ. അതായത് നമ്മൾ ഇവിടെ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഫീൽഡ്, അതായത് സെക്കൻഡ് പിക്ചറിൽ നമ്മൾ ഫീൽഡെല്ലാം ആഡ് ചെയ്തു. ഫീൽഡെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ 3rd സ്റ്റെപ്പിൽ പറയും സേവ് കൊടുക്കാൻ. സേവ് കൊടുക്കുമ്പോൾ ഒരു ഡയലോഗ് ബോക്സ് വരും. ദാറ്റ് വി ഹാവ് ടു ക്ലിക്ക് ഓക്കെ. ദാറ്റ് മീൻസ് ആഫ്റ്റർ ക്ലിക്കിംഗ് നമ്മൾ എവിടെയാണ് ക്രിയേറ്റ് ടേബിൻ്റെ അവിടെ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ കൊടുത്തതിന് ശേഷം അവിടെ ടേബിളെല്ലാം ക്രിയേറ്റ് ചെയ്ത് ഫീൽഡെല്ലാം ആഡ് ചെയ്ത് ന്യൂ ഫീൽഡെല്ലാം ആഡ് ചെയ്തതിന് ശേഷം 5 ഫീൽഡ് ഉണ്ടെങ്കിൽ 5 ഫീൽഡ് ആഡ് ചെയ്തതിന് ശേഷം സേവ് കൊടുക്കുന്ന സമയത്ത് അവിടെ എന്താണ് ടേബിളിൻ്റെ പേര് കൊടുക്കാനായിട്ട് വരും. So this way we are creating a table in how data sheet viewൽ ഇങ്ങനെയാണ് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് ഡിസൈൻ വ്യൂ ആണെങ്കിൽ നമ്മൾ റോസും കോളംസും ആയിട്ടല്ല വരുന്നത്. ഈ ഒരു പർട്ടിക്കുലർ രീതിയിൽ, അതായത് ഒരു റെക്കോർഡ് ഫീൽഡിലാണ്. എൻ്റെ ഫീൽഡ് നെയിം, ഡേറ്റ ടൈപ്സ് ആൻഡ് ദ ഡിസ്ക്രിപ്ഷൻ ഇൻ യുവർ ടേബിൾ. ഫസ്റ്റ് ടേബിളിൽ നമ്മൾ കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം കൺട്രിയുടെ ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു രീതിയിൽ വരുന്നു. അവിടെയാണ് നമ്മൾ ആഡ് ചെയ്ത് പോകുന്നത്. വീണ്ടും വേണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പർട്ടിക്കുലർ ടേബിൾ വി ക്യാൻ മോഡിഫൈ ഓർ ക്രിയേറ്റ്. So these are the 2 different ways how we can create a table in Microsoft Access. Data sheet view and design view. അതിനുശേഷം നമ്മളൊരു പുതിയ റെക്കോർഡ് എങ്ങനെ ആഡ് ചെയ്യും? ഹൗ വി ക്യാൻ ആഡ് എ ന്യൂ റെക്കോർഡ്? സിമ്പിളായിട്ട് നമുക്ക് ആഡ് ചെയ്യാം. നമ്മൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ടു ആഡ് എ ന്യൂ റെക്കോർഡ് ഇൻ ദ ടേബിൾ. How we can add? Select the last record. You have to select the last record. Last record select ചെയ്യുന്ന സമയത്ത് click on new button. At that time you can create a new row. This way, അതായത് ഇവിടെ നമ്മൾ ഇയർ ഓഫ് ഇൻഡിപെൻഡൻസിൻ്റെ ലാസ്റ്റ് ഇവിടെ വന്നിട്ട് നമ്മൾ ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പുതിയൊരു റോ ക്രിയേറ്റ് ആവും. ഇനി നമ്മളൊരു ഫീൽഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കോളം. ആ കോളം എങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു? കോളം ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് പോയിട്ട് ക്ലിക്ക് ടു ആഡ് കൊടുത്ത് ഇവിടെയാണ് നമ്മൾ കോളത്തിൻ്റെ പേര് കൊടുക്കുന്നത്. ഇൻ ദിസ് വേ വി ക്യാൻ ആഡ് എ ന്യൂ ഫീൽഡ്.
അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ പുതിയൊരു ഫീൽഡ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ന്യൂ റെക്കോർഡ് ആഡ് ചെയ്യാനായിട്ട് നമ്മൾ എത്ര റെക്കോർഡുണ്ട്? ഇവിടെ ഈ കേസിൽ 5 റെക്കോർഡ്സ് ഉണ്ട്. ആ 5 റെക്കോർഡ്സിൻ്റെ ലാസ്റ്റ് വന്നിട്ട് ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വി ക്യാൻ ആഡ് ന്യൂ റെക്കോർഡ്. അതേസമയം ഒരു പുതിയ ഫീൽഡാണ് ആഡ് ചെയ്യേണ്ടത്. ഇവിടെ ലാസ്റ്റ് ഫീൽഡ് കണ്ടോ, ഇയർ ഓഫ് ഇൻഡിപെൻഡൻസ്. അത് കഴിഞ്ഞതിന് ശേഷം വി ക്യാൻ ആഡ് ന്യൂ ഫീൽഡ്. ഓക്കെ, ഇനി നമ്മൾ ഇതെങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നു? നമുക്കിപ്പോൾ ഒരു ഫീൽഡാണ് ഡിലീറ്റ് ചെയ്യേണ്ടതെങ്കിൽ ആ എൻ്റയർ ഫീൽഡ് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് പർട്ടിക്കുലർ ഫീൽഡ് ക്യാൻ ബി ഡിലീറ്റഡ്. ഒരു പർട്ടിക്കുലർ റെക്കോർഡാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ സെക്കൻഡ് ഫിഗർ പോലെ അത് ഫുൾ സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് കൊടുക്കുക. സോ നമുക്ക് ഡിലീറ്റ് റെക്കോർഡ് ആൻഡ് ഫീൽഡാണ് നോക്കാനുള്ളത്. ഒരു ഫീൽഡ് റെക്കോർഡ്, അതായത് ഒരു ഫീൽഡാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ളതെങ്കിൽ സെലക്ട് ദാറ്റ് പർട്ടിക്കുലർ ഫീൽഡ് ആൻഡ് we can click the delete button on the record group in the home tab. ഈ ഹോം ടാബിൽ റെക്കോർഡ് ഗ്രൂപ്പിൻ്റെ അകത്ത് ഡിലീറ്റ് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യാം. സിമിലറായിട്ട് ഒരു റെക്കോർഡാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യാണ്ടെങ്കിൽ വി ഹാവ് ടു സെലക്ട് ദാറ്റ് പർട്ടിക്കുലർ റെക്കോർഡ് സെലക്ട് ചെയ്തതിന് ശേഷം വി ക്യാൻ ഡിലീറ്റ് ദാറ്റ് പർട്ടിക്കുലർ റെക്കോർഡ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. എങ്ങനെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഡേറ്റ ഷീറ്റ്, ഡേറ്റ ഡിസൈൻ വെച്ചിട്ട് നമ്മൾ എങ്ങനെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യും. ടേബിൾ ക്രിയേറ്റ് ചെയ്യുക മാത്രമല്ല, ഒരു ഫീൽഡ് എങ്ങനെ ആഡ് ചെയ്യും, ഒരു റെക്കോർഡ് എങ്ങനെ ആഡ് ചെയ്യും, ഒരു ന്യൂ റെക്കോർഡ് എങ്ങനെ ആഡ് ചെയ്യും, അത് റെക്കോർഡും ഫീൽഡും നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം അതുപോലെ തന്നെ ആ റെക്കോർഡും ഫീൽഡും എങ്ങനെ ഡിലീറ്റ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്